വലിയ തോതിൽ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പാലിച്ചത് പരിപാലിച്ചുകൊണ്ട് വേണം ചെയ്യാനുള്ളത് എന്നാണ് നിയമപരമായി. പക്ഷെ വയനാട്ടിലെ ആളുകളെ സംബന്ധിച്ച് ആളക്കൊല്ലി കടുവ അവിടെ സ്വതന്ത്രമായി വിഹരിക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവയെ കൊല്ലണം, അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെയൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായത്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ഷമീർ മച്ചിങ്ങൽ കൂടി നമുക്കൊപ്പം ഇപ്പോൾ ഉണ്ട്. നേരത്തെ കമൽ പറഞ്ഞ പോലെ ഷമീറാണ് ഈ ദൃശ്യങ്ങൾ പകർന്നത്. ഞങ്ങളുടെ വയനാട്ടിലെ ക്യാമറമാൻ ഷമീറാണ് ആദ്യമായി ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഷമീർ, കേൾക്കാമെങ്കിൽ ഈ കടുവയെ കാണുമ്പോൾ ചോരപ്പാടും മറ്റും കാണുന്നുണ്ട്. അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ഷമീർ, ജനം കണ്ടെത്തിയത് പിലാക്കാവിലാണ്. ജനം ബേസ് ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. കമലും ഷമീറും സാരംഗുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. മാതൃഭൂമി ന്യൂസിലൂടെ ഈ വിവരം അല്പം മുമ്പാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. സാരംഗ് കൂടി നമുക്കൊപ്പം ചേരുന്നത്. സാരംഗ്, ഷമീർ മച്ചിങ്ങലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ കടുവയെ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആദ്യഘട്ടത്തിൽ തന്നെ ഈ നാട്ടുകാരുടെ ഏറെ നാളുകളായുള്ള ആശങ്ക ഒഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഈ ദൃശ്യങ്ങൾ, ഈ ആശങ്ക ഒഴിയുന്ന വാർത്ത ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് മാതൃഭൂമി ന്യൂസിലൂടെയാണ്. നമ്മുടെ ഷമീർ മച്ചിങ്ങലിന്റെ ഫ്രെയിമിലൂടെയാണ് ജനങ്ങൾ ഈ കടുവയുടെ ജഡം ആദ്യമായി കാണുന്നത്. ഷമീർക്ക് എങ്ങനെയാണ് കണ്ടത്? നമ്മൾ ഈ വെടിയേറ്റെന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പിന്നെ ഇതിൻ്റെ വാഹനത്തിൻ്റെ പുറകെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വാഹനം അവിടെ നിർത്തി. അപ്പോൾ വനവകുപ്പ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കടുവ ഈ വണ്ടിയിൽ കടുവ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ നിന്ന് വിഷ്വൽ എടുക്കുന്ന സമയത്താണ് ഒരു കുട്ടീനെ എടുത്ത് ഒരു അച്ഛൻ പൊന്തിച്ചിങ്ങനെ കാണിക്കുന്നത്. അപ്പാണ് ഇതിൽ കടുവ ഉണ്ട് എന്നുള്ളത് എനിക്കറിയുന്നത്. അപ്പം തന്നെ ഞാൻ ക്യാമറ ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. കടുവേൻ്റെ വിഷ്വൽ ഇതാക്കി. കടുവ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കടുവ ആ വണ്ടിയിൽ കിടക്കുന്നത് വലയിട്ടിട്ട് മൂടിയിട്ടുള്ളതാണ്. കടുവന്റെ ദേഹത്ത് ബ്ലഡ് ഉണ്ട്. വെടിയേറ്റിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലഡ് അതിൽ കടുവന്റെ ദേഹത്ത് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വലയിട്ട രീതിയിലാണ്, മൂടി പതിച്ചിട്ടുള്ള രീതിയിലാണ് വനവകുപ്പിന്റെ വാഹനത്തിലാണ് കടുവ ഉള്ളത്. എപ്പോൾ കഴിയുന്നുണ്ടോ എന്ന് കൂടി ചോദിക്കൂ സാരംഗ്. എപ്പോൾ വെടിയേറ്റതാണ് എന്ന് പ്രാഥമിക കണ്ടപ്പോൾ മനസ്സിലായോ? അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ന് രാവിലെ നടന്ന ഓപ്പറേഷനാണോ അതോ ഇന്നലെ വെടിയേറ്റ് മരിച്ച ചത്തുപോയ കടുവയെന്ന് കണ്ടെത്തിയതാണ്? ബ്ലഡിന്റെ ഇതുണ്ട്, വെടിയേറ്റതായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തായിട്ടാണുള്ള സംഗതി കാണുന്നത്. സ്വാഭാവികമായിട്ട് വെടിയേറ്റതായിട്ടുള്ളതാണ് എനിക്ക് ഫസ്റ്റ് വിഷ്വലിൽ എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിന്റെ പാടുണ്ട്. പിന്നെ അത് നമുക്ക് വിഷ്വൽ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലോസ് ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം കാണാവുന്നതായിരിക്കും അത്. പിന്നെ ലൈവിലേക്ക് നമ്മൾ പോവുകയുണ്ടായത്. രതീഷ്, മുഖത്തോടും അതുപോലെ തന്നെ പുറത്തിന് ചില ഭാഗങ്ങളിലും ചോര ഉണങ്ങിപ്പിടിച്ച രീതിയിലുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചിരുന്നു. ജസ്റ്റിൻ മാത്യു പകർത്തിയ ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ന് രാവിലെ തന്നെ പിലാക്കാവ് മേഖല രാവിലെ നടന്ന ഓപ്പറേഷനാണോ അതോ ഇന്നലെ കടുവയ്ക്ക് വെടിയേറ്റിരുന്നു അത് ചത്തലയിൽ രാവിലെ കണ്ടെത്തുകയായിരുന്നു? അക്കാര്യത്തിൽ അപ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന വനം ഉദ്യോഗസ്ഥർ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ? ചോരപ്പാടുകൾ ഉണങ്ങിയതാണ് എന്ന് പിന്നീടുള്ള ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പക്ഷെ ആദ്യ ദൃശ്യങ്ങളിൽ എങ്ങനെയായിരുന്നു? ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ ഒന്നും പറഞ്ഞില്ല. കാരണം വെച്ചാൽ ഇവരുടെ ഒരു ഓട്ടം കണ്ടപ്പോൾ നമ്മൾ ഇത് ട്രാക്കിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഏകദേശം ഈ കുറേ ഇവരുടെ ഓപ്പറേഷൻ കണ്ടതിൻ്റെ രീതിയിൽ പെട്ടെന്ന് ഇവരുടെ ഒരു ഓട്ടമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുമ്പോഴത്തേക്ക് കൂടുതൽ കമലേട്ടൻ്റെ വിവരം ചത്തെന്ന് ഫസ്റ്റ് നമുക്കാണ് വിവരം കിട്ടുന്നത്. കമലേട്ടന് ഇത് വെടിയേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയ സമയത്താണ് ചത്തു എന്നുള്ള വിവരം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഓടിപ്പോകുന്നത്. വനവകുപ്പിൻ്റെ വാഹനത്തിൻ്റെ പുറകെ പോവുകയും അവിടെ തന്നെ വാഹനം അവിടെ നിർത്തി അപ്പം തന്നെ ആ വാഹനത്തിലേക്ക് നമ്മൾ ചെല്ലുകയും ചെയ്യുന്ന സമയത്താണ് ഈ സാധനം കാണുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ വനവകുപ്പിലെ ആളുകളൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കടുവേനെ കൂടെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ പറ്റി? ഇല്ല. അവരവിടുന്ന് മാറി ഇത് ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഓട്ടത്തിലായിരുന്നു. നമ്മളോടൊക്കെ അവിടുന്ന് മാറാൻ പറഞ്ഞു.